വിഷ്ണു ശർമ്മൻ രചിച്ച പഞ്ചതന്ത്രത്തിലെ ഒരു കഥയാകാം ഇന്ന്. ജീർണധനനും അയൽക്കാരനും. പണ്ട് ഒരു പട്ടണത്തിൽ ജീർണധനൻ എന്നൊരു വ്യാപാരി ഉണ്ടായിരുന്നു. ജീർണധനന്റെ വീട്ടിൽ വസ്തുക്കളുടെ ഭാരമളക്കുന്ന വലിയ ഇരുമ്പ് ത്രാസ് ഉണ്ടായിരുന്നു. ആ നാട്ടിൽ മറ്റാർക്കും അത്ര വലിയ ഇരുമ്പ് ത്രാസ് ഇല്ലായിരുന്നു. ഒരിക്കൽ ജീർണധനൻ തന്റെ ത്രാസ് അയൽക്കാരനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ശേഷം അടുത്ത നാട്ടിലേക്ക് പോയി. നാളുകൾ കടന്നുപോയി. ഒരു ദിവസം അയാൾ പട്ടണത്തിൽ തിരിച്ചെത്തി. തന്റെ ഇരുമ്പ് ത്രാസ് തിരികെ വാങ്ങാൻ ജീർണധനൻ അയൽക്കാരന്റെ അടുത്തെത്തി. ചങ്ങാതി, എന്റെ ഇരുമ്പ് ത്രാസ് തിരിച്ചു തന്നാലും, ജീർണധനൻ പറഞ്ഞു. എന്ത് ചെയ്യാനാ ജീർണധന, അങ്ങയുടെ ഇരുമ്പ് ത്രാസ് ഒരു എലി തിന്നു തീർത്തു, അയൽക്കാരൻ ദുഃഖഭാവത്തിൽ പറഞ്ഞു. അത്രയും വലിയ ഇരുമ്പ് ത്രാസ് ഒരു എലി തിന്നില്ല. അതിനാൽ അയൽക്കാരൻ കള്ളം പറയുകയാണെന്ന് ജീർണധനന് മനസ്സിലായി. എന്നാൽ അയാൾ അത് ഭാവിച്ചില്ല. ചങ്ങാതി, ഏറെ ദൂരം യാത്ര ചെയ്ത കാരണം ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് കുളിക്കണം. താങ്കൾ മകന്റെ കയ്യിൽ കുറച്ച് എണ്ണയും നൽകി എനിക്കൊപ്പം പുഴക്കരയിലേക്ക് വിടാമോ? ജീർണധനൻ ചോദിച്ചു. പിന്നെന്താ, അയൽക്കാരൻ സന്തോഷത്തോടെ മകനെ ജീർണധനനൊപ്പം അയച്ചു. പുഴക്കരയിലെത്തിയതും അയാൾ കുട്ടിയെ അവിടെ ഒരു ഗുഹയിൽ കയറ്റി വാതിൽ കല്ലുകൊണ്ട് അടച്ചു. പിന്നീട് കുളി കഴിഞ്ഞ് അയൽക്കാരന്റെ വീട്ടിലെത്തി. എന്റെ മകൻ എവിടെ? അയൽക്കാരൻ അന്വേഷിച്ചു. ജീർണധനൻ ദുഃഖം അഭിനയിച്ചു. അങ്ങയുടെ മകനെ ഒരു പരുന്ത് വന്ന് കൊത്തിക്കൊണ്ടുപോയി, ജീർണധനൻ പറഞ്ഞു. എന്ത്, മനുഷ്യക്കുട്ടിയെ പരുന്ത് കൊത്തിക്കൊണ്ടുപോവുകയോ? നുണ, അയൽക്കാരൻ തർക്കിച്ചു. ഒടുവിൽ അവർ ന്യായാധിപന്റെ അടുത്തെത്തി. ജീർണധനൻ പറയുന്നത് കളവാണെന്ന് മനസ്സിലായ ന്യായാധിപൻ കുട്ടിയെ തിരികെ നൽകാൻ അയാളോട് കൽപ്പിച്ചു. അപ്പോൾ ജീർണധനൻ ചിരിയോടെ പറഞ്ഞു, വലിയ ഇരുമ്പ് ത്രാസ് ഒരു എലി ഭക്ഷണമാക്കുമെങ്കിൽ പരുന്ത് മനുഷ്യക്കുട്ടിയെ കൊത്തിക്കൊണ്ടുപോവുകയും ചെയ്യും. ന്യായാധിപന് കാര്യം പിടികിട്ടി. ജീർണധനന്റെ ഇരുമ്പ് ത്രാസ് തിരികെ നൽകാൻ ന്യായാധിപൻ അയൽക്കാരനോട് കൽപ്പിച്ചു. അയൽക്കാരൻ ജീർണധനന് അയാളുടെ ത്രാസ് തിരികെ നൽകി ക്ഷമ ചോദിച്ചു. ത്രാസ് കിട്ടിയപ്പോൾ ജീർണധനൻ ഗുഹയിൽ അടച്ചിട്ട കുട്ടിയെ അയൽക്കാരന് തിരികെ നൽകുകയും ചെയ്തു.